നടക്കുമെന്നുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. RSH നല്ല പോലെ ടാഗ് കിട്ടുന്നു, നല്ല പോലെ മാസ് അൺബാൻ. അവിടെ ഈ മാസ് വേഴ്സസ് ഈസി നടക്കുന്നു. മാസ് വേഴ്സസ് ഈസി നടക്കുന്നുണ്ട്. അവിടെ മാസിലെ 2 പ്ലേയേഴ്സ് ഈസിയിലെ പ്ലേയേഴ്സിനെ അടിച്ചിട്ടിരിക്കുന്നു. നമുക്ക് നോക്കാം എവിടെയാണെന്ന്. മാസ് വേഴ്സസ് ഈസി ആൻഡ് മല ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. സ്റ്റിൽ അവർ 2 പ്ലേയേഴ്സ് താഴെ പോയിട്ടുണ്ട്. ബാബയും വോൾട്ടിനും താഴെ വീണു. ആൻഡ് Z30 ഒരു പ്ലെയർ അവിടെ KVയിലെ ഡ്രേക്കിനെ ലാസ്റ്റ് മാനേജ് എടുക്കുന്നു തോന്നുന്നു. 9 ടീമുകൾ മാത്രം ബാക്കി. 73 പ്ലേയേഴ്സ് ആണ് കറന്റ് നമുക്ക് ഇലയുള്ളത്. സോ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ താഴോട്ടാണ് സോൺ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താഴ്ന്ന് നമ്മുടെ മാസിന്റെ അടുത്തോട്ട് വേറെ ടീമും വരുന്നുണ്ട്, പുഷ് ചെയ്ത് വരുന്നുണ്ട്. മാസിന്റെ അടുത്ത് ECM, അതുപോലെ തന്നെ താഴെ ഇറ്റാലിയ. യെസ്. സോ ഇനി RC7 TG ആണ് സോണിൻ്റെ വരുന്നത്. സോ TG നോക്കുകയാണെങ്കിൽ RC7 നല്ല പോലെ ടാഗ് കൊടുക്കുന്നുണ്ട്. ലോഡ് ഫ്ലാക്കോ അവിടെ വീണിട്ടില്ലെന്ന് തോന്നുന്നു, വീഴുമെന്ന് തോന്നുന്നു. ഓ അവിടെ ബ്ലാക്ക് സ്ക്വാഡ് അവിടെ പുഷ് ചെയ്ത് വന്നു. ഫ്ലിക്ക് അവിടെ ആദ്യത്തെ നോക്കെടുക്കുന്നു. ഫ്ലിക്ക് അവിടെ നോക്കുന്നു. വിംസി ഒരു നോക്കെടുക്കുന്നു. സാത്താൻ അവിടെ തിരിച്ചൊരു നോക്കെടുക്കുന്നു. സാത്താൻ ആൻഡ് അവിടെ പപ്പു ഒരു നോക്കെടുക്കുന്നു. ദിനൂബ് ഒരു നോക്കെടുക്കുന്നു. വിംപി ഒരു നോക്കെടുക്കുന്നു. തലപ്പതി ഒരു നോക്കെടുക്കുന്നു. വിറ്റോ അവിടെ നോക്കാവുന്നു. RC7 ദിനൂബ് സ്പൈഡിയെ നോക്കാക്കുന്നു. ആൻഡ് ലോഡ് ഫാൽക്കോ ഒരു നോക്കെടുക്കുന്നു. ആൻഡ് കറക്റ്റ് സമയത്ത് പുറകിൽ നിന്നും അടി വരുന്നുണ്ട് 2 പേർക്കും. തലപ്പതി അവിടെ നോക്കെടുക്കുന്നു. ജിൻസക്കായി അവിടെ നോക്കെടുക്കുന്നു. TGA കറക്റ്റ്. RSH7 അവിടെ ബ്ലാക്ക് സ്ക്വാഡ് വൈപ്പ് ഓഫ് ആക്കി കളഞ്ഞു. പക്ഷെ കറക്റ്റ് സമയത്ത് TGയുടെ തേർഡ് പാർട്ടി TG അവിടെ ഫ്ലാക്കോക്ക് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. ആൻഡ് എന്തായാലും അവിടെ തലപ്പതി വീഴാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. തലപ്പതി വീണില്ല. RSH7 റോബ് ലൂക്കി അവിടെ തലപ്പതിയെ നോക്കാക്കുന്നു. അവിടെ ഇൻസ്റ്റന്റ് ഒരു റിവൈവൽ നടക്കുമോ നമുക്ക് നോക്കാം. TG എന്തായാലും പുഷ് ചെയ്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു റിവൈവ് എന്തായാലും പോസിബിൾ ആണ്. പക്ഷേ ഓക്കെ, വീണ്ടും സ്മോക്ക് ഇട്ടിട്ട് ആ ഒരു റിവൈവൽ ചെയ്യാണ്. നോക്കട്ടെ, EC വീണ്ടും താഴെ വീണ് നോക്കായിട്ടുണ്ട് ക്വാർട്ടർ. സോ സ്കോട്ടർ എന്തായാലും തീർന്നിരിക്കുന്നു. ECയിലെ പ്ലേയേഴ്സ് ഡൗൺ ആണ്. മാസ് വേഴ്സസ് EC ആണ്. പക്ഷേ മാസിനെയും ECക്ക് സോണിൽ കയറണം. അത് പക്ഷേ ഈ ഒരു സോണിലോട്ട് കയറാൻ കുറച്ച് കഷ്ടപ്പാടാണ്. EC നോക്കുകയാണെങ്കിൽ ഹെൽത്ത് അടിച്ചുകൊണ്ടിരിക്കുവാണ്. ഒരു ഹീൽ ബാറ്റിൽ EC ഡാർക്ക് ഇതോ തേഞ്ഞൊരുങ്ങി പോകുന്നു. നമുക്ക് നോക്കുകയാണെങ്കിൽ മാസ് അൻപാനാണെങ്കിൽ ആ ഒരു പിക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റാലിയുടെ അടുത്തോട്ടാണ് വരുന്നത്. അല്ല, മാസ് വേഴ്സസ് C30. ആൻഡ് വിപ്സി അവിടെ ഇറ്റാലിയയിലെ ഒരു പ്ലെയറിനെ നോക്കാക്കുന്നുണ്ട്. ഇറ്റാലിയ വേഴ്സസ് ടുങ് സഹൂറിനെ അവിടെ നോക്കായി. ടുങ് സഹൂറാണ് ഈ വട്ടവും ചത്തുപോയത്. അവൻ VC വരുമ്പോൾ അത് പറയുമായിരിക്കും എക്സ്പീരിയൻസ്. വിപ്സി അവിടെ ടുങ് സഹൂറിനെ ഫിനിഷ് ഓഫ് ആക്കി കളയുന്നു. നമുക്ക് നോക്കാം, എന്തായാലും നോക്കാം. ആൻഡ് മാസ് അൺബാൻ അവിടെ വരുന്നു. ജോസൂട്ടി അവിടെ കയറുന്നുണ്ട്. ഇറ്റാലിയ വേഴ്സസ് TGAക്ക് നല്ല രീതിയിൽ പണി കിട്ടിയ ഒരു അവസ്ഥയാണ്. TGAക്ക് ഇറ്റാലിയക്ക് നല്ല രീതിയിൽ 2 സൈഡിൽ നിന്നും നല്ലതുപോലെ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് സോണിലേക്ക് കയറണം. DLX തൊട്ട് മുകളിലുണ്ട്. ഇറ്റാലിയക്ക് ടോട്ടലി പണി പാളിയതുപോലെ എല്ലാ സൈഡിൽ നിന്നും ഫൈറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവിടെ നിന്ന് TGA കൊമ്പൻ Z30 അഗസ്റ്റിനെ അവിടെ നോക്കാക്കുന്നു. കൊമ്പന്റെ ഒക്കെ നല്ലൊരു നോക്ക്. നോക്കുകയാണെങ്കിൽ 40 സെക്കൻഡാണ് ബാക്കി. 40 സെക്കൻഡിൽ അവർ എല്ലാവർക്കും സോണകത്തോട് കയറണം. സോ ഇറ്റാലിയ ഓൾറെഡി കയറാനുള്ള പരിപാടി നോക്കുകയാണെങ്കിൽ മേളിൽ നിന്ന് DLX അവിടുന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റാലിക്ക് എന്തുകൊണ്ടും നല്ല പോലെ പണി പാളിയിരിക്കുവാണ്. എല്ലാ സൈഡിൽ നിന്നും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. RC7 വേഴ്സസ് ഇറ്റാലിയ വേഴ്സസ് C30 പണി പാളി. RC7 ദനൂബ് C30 ഡെക്കോറിനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. RSH7 സൈഡിൽ നിന്ന് ഒരു കംബാക്ക് ആണെന്ന് തോന്നുന്നു. RSH7 ഇപ്പോൾ തന്നെ 14 കില്ല് സെക്യൂർ ചെയ്തിരിക്കുന്നു. നമുക്ക് നോക്കാം. TGA വേഴ്സസ് ഇറ്റാലിയ. ജോസൂട്ടി അവിടെ നോക്കാവുന്നു. ഇറ്റാലിയ ജോസൂട്ടി അവിടെ ഫിനിഷ് ഓഫ് ആക്കിയിട്ടുണ്ട്. ആൻഡ് അവിടെ ഒരു കറക്റ്റ് തേർഡ് പാർട്ടി ആയിട്ട് അവിടെ നിന്ന് RSH7 വരുന്നുണ്ട്. RSH7 അവിടെ നിന്ന് ഒരു തേർഡ് പാർട്ടി വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കാന്നുള്ളൊരു സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ഇറ്റാലിയക്ക് നല്ലതുപോലെ TGAക്കും നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പണിയിട്ട്. ഒസാക്ക അവിടെ നോക്കിടുന്നു. മാധവനുണ്ണി ഒരു നോക്കിടുന്നു. ട്രാഗ് അവിടെ നോക്കുന്നു. TGA വൈപ്പിംഗ് ഓഫ് ആണ്. TGA വൈപ്പായിട്ടില്ല. TGAയിൽ ഒരു പ്ലെയറും കൂടെ ബാക്കിയുണ്ട്. കറക്റ്റ് സമയത്ത് അവിടുന്ന് RSH7 കയറി വരുന്നുണ്ട്. RSH7 അവിടെ 14 കിലോ ഓൾറെഡി സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇറ്റാലിയ അവിടെ RSH7 വൈപ്പ് ഓഫ് ആക്കുമോ നമുക്ക് നോക്കാം. ഇറ്റാലിയ വേഴ്സസ്
ഇറ്റാലിയക്ക് പക്ഷേ ഇറ്റാലിയ സോണിനകത്തോട്ട് കയറുമ്പോൾ DLX അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. DLX vs RZ7 നടക്കുമോ നോക്കാം. അല്ല 8 ടീമുകൾ ഇനിയും ബാക്കിയുണ്ട്. അവിടെ DLX ആൻഡ് ഇവിടെ RZ7 നോക്കിക്കഴിഞ്ഞാൽ 21 കില്ലോട് കൂടി RZ7ന്റെ ഒരു കംബാക്ക് ആണെന്ന് തോന്നുന്നു. RZ7 ഇപ്പോൾ തന്നെ 80 പോയിന്റോളം സെക്യൂർ ചെയ്തിട്ടുണ്ട്. RZ7 അല്ല 70 പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട് RZ7 ഇവിടെ. ചില മെമ്പേഴ്സ് കുറെ പേര് സോൺ ഔട്ടിൽ ഡൗൺ ആയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ മാസ് നല്ലപോലെ ടാഗ് എടുക്കുന്നുണ്ട്, മാസ് നല്ലപോലെ പിക്ക് എടുക്കുന്നുണ്ട്, മാസ് ഡിവൈൻ ഒരു പിക്ക് എടുക്കുന്നുണ്ട്, DLX റൂട്ട് ഒരു പിക്ക് എടുക്കുന്നുണ്ട്. TJ അവിടെ വൈപ്പ് ആയിട്ടുണ്ട്. TJ വൈപ്പിംഗ് ഓഫ്. TJ 2 കില്ലോട് കൂടി അവിടെ വൈപ്പായി പോയിട്ടുണ്ട്. ആൻഡ് ഇവിടെ RZ7 23 കില്ലോട് കൂടി RZ7 ഇവിടെ നിൽക്കുന്നു. ആൻഡ് Z30 വിപ്സി RZ7 വിപ്സിയെ അവിടെ ഫിനിഷ് ഓഫ് ആക്കുന്നു. 4 ടീമുകൾ മാത്രം ബാക്കി. വെറും 4 ടീം ഫൈനൽസിന്റെ ഫൈനൽ മാച്ചില് വെറും 4 ടീമാണ് ബാക്കി. ഫ്ലിക്ക് ഇതാ എഴഞ്ഞു പോണം. നമുക്ക് കാണാൻ നോക്കണമെങ്കിൽ 4 പ്ലേയേഴ്സ് 4 ടീമും 17 പ്ലേയേഴ്സ് ഇറ്റാലിയ നേരത്തെ തന്നെ വൈപ്പായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലീഡർ ബോൾ ഒരു ചേഞ്ച് വരുമ്പോ ഒന്ന് കണ്ടറിയാം. എന്തായാലും നമുക്ക് വെയിറ്റ് ആൻഡ് സീ. ലെറ്റ്സ് സീ ആരായിരിക്കും ഈ ഒരു ടൂർണമെന്റ് ചാമ്പ്യൻസ്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. കുറച്ച് പേര് ബാക്കിയുള്ളൂ. C30 ഡൗൺ ആയിട്ടുണ്ട് സോണോട്ടില്. RC7 വേഴ്സസ് മാസ് വേഴ്സസ് ഒരു ടീം കൂടെ ഉണ്ടല്ലോ. CM ആണെന്ന് തോന്നുന്നു. ഇത് മാസ് പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഈ ഒരു ഫൈറ്റ് എന്തായാലും അവർക്കെടുത്ത് ജയിച്ചേ പറ്റുള്ളൂ. RZ7 ഇല്ല. RZ7ലെ 2 പ്ലേയേഴ്സും നോക്കായിട്ടുണ്ട് അവിടെ. CM അകത്തോട്ട് കയറി വരുന്നു. CM ലാസ്റ്റ് സർക്കിൾ. CM വേഴ്സസ് മാസ്. ആഷ് 2ലേക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്നു മാധവൻ ഉണ്ണി 24 കില്ലോ കൊണ്ട് 30 പോയിന്റ് ആണ് RZ7 ഇവിടെ സെക്യൂർ ചെയ്തിരിക്കുന്നത്. 30 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു RZ7. ഓ ഡീപ്പ് അറ്റാക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരു കില്ല് കൊടുക്കുന്നില്ല. സോൺ ഔട്ടിലോട്ട് പോകുന്നുണ്ട് മാധവൻ ഉണ്ണി സോൺ ഔട്ടില കില്ല് കൊടുക്കാൻ നോക്കുന്നു തോന്നുന്നു. ഫൈനൽ മാച്ച്. മാസ് ഇവിടെ ഒരു 19 കില്ലെടുത്ത് 29 പോയിന്റ് സെക്യൂർ ചെയ്ത് മാസ് തിരിച്ചു വന്നിരിക്കുന്നു.